ഹലോ ഫ്രണ്ട്സ്, വെൽക്കം നൈനസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളം മൊത്തം ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് നഷ്ടമായ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മരണപ്പെട്ട ആദ്യത്തെ ലോറി ഡ്രൈവർ ഒന്നുമല്ല അർജുൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ നന്ദികേടെന്ന് പറയുന്നത് അർജുന്റെ ഫാമിലി മനാഫ് എന്ന വ്യക്തിയോട് ചെയ്യുന്നതായിരിക്കും. അർജുൻ എന്ന വ്യക്തി മരണപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും ദിവസം ഒരാൾക്ക് മണ്ണിനടിയിൽ എത്ര ദിവസം നമുക്ക് സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ കഴിയും. അപ്പോ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് അറിയുന്ന സമയത്ത് നമ്മളെല്ലാവരും ഈ മലയാളികൾ മാത്രമല്ല, അറിഞ്ഞ എല്ലാവരും ഒരുപക്ഷെ മനസ്സുകൊണ്ട് ഒരു തവണയെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എത്രയും പെട്ടെന്ന് ഈ ഒരു ബോഡി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജീവനോടെ വന്നിരുന്നെങ്കിൽ. ആദ്യം നമ്മളെല്ലാവരും അതിനെപ്പറ്റി പ്രാർത്ഥിച്ചവരാണ്. എത്രയും പെട്ടെന്ന് ആ വണ്ടി കണ്ടു കിട്ടിയിരുന്നെങ്കിൽ, എവിടെങ്കിലും ജീവനോടെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു, എവിടെയെങ്കിലും ഒരു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരാണ്. പിന്നെ നമ്മളെല്ലാവരും കുറെ ദിവസങ്ങൾ കഴിഞ്ഞു, വയനാടിന്റെ ദുരന്തം നമ്മളെല്ലാവരെയും, അർജുൻ എന്ന വ്യക്തിയെ മറന്നു. എന്നാലും വല്ലപ്പോഴും ഒക്കെ പറയുക മാത്രമായി തീർന്നപ്പോഴും ഈ 72 ദിവസങ്ങൾ അർജുൻ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്, അർജുന് എവിടെയാണോ നഷ്ടമായത് അവിടെ തന്നെ നിന്ന് അത്രയും സ്ട്രഗിൾ ചെയ്ത് താൻ എന്താണോ മനസ്സിൽ ഉറപ്പിച്ചത്, അർജുനുമായി താൻ ഇവിടുന്ന് പോകൂ എന്നുള്ള ആ ഒരു തീരുമാനം, അതിൽ ഉറച്ചു നിന്ന് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ഒരു കാര്യം നേടിയെടുക്കുക തന്നെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മുൻപന്തി നിന്നിട്ടുള്ള ഒരാള് മനാഫിക്ക ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ ഇന്ന് ആ ഒരു കുടുംബം, ആ ഒരു വ്യക്തിയോട് ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും നന്ദി പറയേണ്ട ആ ഒരു കുടുംബം ഇന്ന് ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മുന്നിൽ വലിച്ചു കീറി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ പോലും ഈ ഒരു മനാഫിക്കായ്ക്ക് ആ ഒരു ബോഡി കണ്ടപ്പോ, അല്ലെങ്കിൽ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അർജുനെ കിട്ടി അല്ലെങ്കിൽ ആ ഒരു ലോറി കണ്ടു എന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു വികാരം ഒരിക്കലും ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ കണ്ടതല്ല. ഇതിനു മുന്നേ ഈ ഒരു കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടന്നപ്പോൾ നമ്മൾ എല്ലാവരും ആ ഒരു കുടുംബത്തെ ചേർത്ത് പിടിച്ചവരാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞു പോയ വാക്കുകളാണ്, അല്ലെങ്കിൽ അവരെ നമ്മളിപ്പോ ഒരിക്കലും തള്ളി പറയാൻ പാടില്ല, അവരുടെ ഇമോഷൻസ് അവര് ഉള്ളിൽ കടിച്ചമർത്തി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കാലത്ത് മാത്രമല്ല കേട്ടോ, ഏത് കാലത്തെടുത്താലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും ഒരാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ചെറിയ സഹായം ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പോലും അവരോട് നമുക്കൊരു വല്ലാത്തൊരു ഇത് തോന്നാറുണ്ട് അല്ലെ. 1 മണിക്കൂറത്തേക്ക് പോലും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. 1 മണിക്കൂറത്തേക്കെങ്കിലും നിങ്ങളൊന്ന് വരുമോ അല്ലെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ 100 കൂട്ടം കാര്യങ്ങളാണ്. നമ്മൾ ഉൾപ്പെടെ വിടുന്ന ആളുകളാണ് 100 കൂട്ടം കാര്യങ്ങൾ. എനിക്ക് അവിടെ പോകണം, അല്ലെ എനിക്ക് ഇന്നത് സാധിക്കണം, അല്ലെ അങ്ങനെ ചിന്തിക്കുന്നതിൽ നിന്നും 72 ദിവസങ്ങൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലിയും തന്റെ മക്കളും തന്റെ ബിസിനസ്സും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരാള് തന്റെ സുഹൃത്ത് ബന്ധം എന്ന് തന്നെ പറയാം, അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നു. ഒരിക്കലും ഇതൊരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു മുതലാളി ബന്ധമായി നമുക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 72 ദിവസങ്ങൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. തന്റെ എല്ലാം, ലൈഫിലുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പണമായിരുന്നു ലക്ഷ്യമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മനാഫ് എന്ന വ്യക്തിക്ക് പണം, ഈ ഒരു അർജുന്റെ പണം കിട്ടിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയില്ല എന്നുള്ളത് നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് വ്യക്തമായതാണ്. പിന്നെ ഇനിയിപ്പോ പണമായിരുന്നു ലക്ഷ്യമെങ്കിൽ പോലും ആ ഒരു ലക്ഷ്യം ഇതിനു മുന്നേ നിറവേറാൻ പറ്റുമായിരുന്നു. കാരണം അർജുൻ്റെ ഒരു മിസ്സിംഗ് കേസാക്കി മാറ്റിയിട്ട് തന്റെ വണ്ടിക്ക് മേലുള്ള ഇൻഷുറൻസ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. പക്ഷേങ്കിൽ തനിക്ക് വണ്ടിയുടെ ഇൻഷുറൻസോ അല്ല വേണ്ടത്, അർജുനെയാണ് വേണ്ടത് എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് ആ വ്യക്തിയെ എങ്ങനെയാണ് ആ കുടുംബം ഇത്രത്തോളം മോശമായി പറയാൻ പറ്റുന്നത്? മനാഫ് എന്ന വ്യക്തി യൂട്യൂബ് ചാനൽ തുടങ്ങിയതോ അല്ലെങ്കിൽ അതിൽ ലൈവ് ഇട്ടതോ ഒന്നും പേഴ്സണലി ഇവരെ സംബന്ധിക്കുന്ന വിഷയമല്ല. അതൊക്കെ അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പറയും അർജുന്റെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ അർജുനെ വെച്ചിട്ട്, അർജുന്റെ ഫോട്ടോ വെച്ചിട്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ എത്രയോ ചാനലുകൾ റീച്ച് ആവാൻ വേണ്ടിയിട്ട്, അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തരം ന്യൂസുകൾ പടച്ചുവിടുന്നുണ്ട്. അതിനെതിരെ എല്ലാം ഇവർ പ്രതികരിച്ചോ? ഇവർക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിന്ന ആ ഒരു മനുഷ്യനെ ഇപ്പോഴും അവര് ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ചിട്ടും അത്രയും സപ്പോർട്ടായിട്ട് നിന്നൊരു മനുഷ്യനാണ് ഇവര് മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തന്റെ പെങ്ങളാണ്, തന്റെ ഫാമിലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനാഫ്ക പറഞ്ഞതുപോലെ
ഈ ഒരു ബോഡി കിട്ടിയതിന് ശേഷമാണ് ഇവരിതെല്ലാം പറഞ്ഞത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തോ അദ്ദേഹം ലൈവ് ചെയ്യുന്ന സമയത്തോ ഒന്നും അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ആരും ഒന്നും പറഞ്ഞില്ല. ഈ ബോഡി കിട്ടിയതിന് ശേഷമാണ് ഇതിനെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നത്. ഈ ഒരു പൈസ വാങ്ങിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ പിരിച്ചെടുക്കുന്നു എന്നൊക്കെയുള്ള, പൈസ പിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി പറയുന്ന സമയത്ത് അവരെന്തായാലും കുറെ അധികം പേർപ്പസ് ഒക്കെ ആയിട്ട് വന്നിട്ടാണ് ഈ ഒരു പറയേണ്ട കാര്യങ്ങളിലെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചൊരു പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തുന്നത്. ആ ഒരു സമയത്ത് ഇദ്ദേഹം പൈസ പിരിച്ചു എന്നതിന്റെ എന്തെങ്കിലും ഒരു തെളിവും കൂടി കൊണ്ടുവന്നിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ സാധാരണ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കും അതുപോലെ നിങ്ങൾക്കും കുറച്ചും കൂടി സുഗമമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയേനെ. ഇതിപ്പോ ഒരു മനുഷ്യന് നേരെ വന്ന് ഒരു ആരോപണം പറയുകയാണ്, അതും ഇത്രയും നാൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്ത് അത്രയും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാൾക്ക് വേണ്ടിയിട്ട്. ആദ്യമേ ഇവരുടെ സംസാരങ്ങളൊക്കെ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു നെഗറ്റീവ് വൈബ് തരുന്ന സംസാരങ്ങളായിരുന്നു. പക്ഷേങ്കില് നമ്മൾ ഇപ്പോഴും മനാഫ് എന്ന വ്യക്തിയുടെ വാക്കുകൾ, അദ്ദേഹം ഒരു പേപ്പറുകളിൽ നോക്കിയല്ല കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴും സംസാരം കേൾക്കുമ്പോൾ നമുക്കും ശരിക്കും അർജുനെ മിസ്സായി എന്നുള്ളൊരു ഫീല് തരുന്ന രീതിയിൽ ഉള്ള ഒരു സംസാരമാണ് ആ മനുഷ്യൻ്റെത്. ഇപ്പോഴും എൻ്റെ ഫാമിലിയാണ്, ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. അതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാവരെയും അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈശ്വർ മാൽപേ, അങ്ങനെ ഒരുപാട് പേര്, നമുക്ക് ഒരു പേരിൽ ഒതുക്കാൻ കഴിയില്ല. ഒരുപാട് പേരെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവരെല്ലാം അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തവരാണ്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അതിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ്. അപ്പൊ ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവർക്ക് കുറേയധികം ആളുകൾക്ക് നന്ദി പറഞ്ഞിട്ടും ഈ ഒരു മനുഷ്യന്റെ പേര് മാത്രം എടുത്ത് നന്ദി പറയാൻ ആ കുടുംബം മുതിരുന്നില്ല. നന്ദി പറയുന്നതിലുപരി ആ മനുഷ്യനെ ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ അടുത്ത് മീഡിയ വണ്ണിന്റെ ഒരു ന്യൂസിൽ, ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, ഈ ഒരു മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോ ആദരവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഈ ഒരു ആദരവിന് അർഹനാണോ അർജുൻ തിരിച്ച് ജീവനോടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു ആദരവ് നമുക്ക് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ഈ അർജുൻ ജീവനോടെ അല്ലല്ലോ വന്നത്, പിന്നെ എന്തിനാണ് ഈ ആദരവ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ദിവസം മണ്ണിനടിയിൽ അർജുനെ ജീവനോടെ നിർത്താനുള്ള ഒരു അമാനുഷിക കഴിവ് നമുക്ക് ആർക്കുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇത് ഒരു തരത്തിലും അർജുനെ തിരിച്ചു കിട്ടില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു ഇതാണ്. ഈ 72 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു തരത്തിലും അർജുനെ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഈ 72 ദിവസവും അവിടെ നിന്ന് അർജുനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു നിന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമ്മള് വയനാട് ഇത്രയും വലിയ ദുരന്തമൊക്കെ നടന്നപ്പോ എല്ലാവരെയും ജീവനോടെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ടല്ല നമ്മൾ അതിന് രക്ഷാപ്രവർത്തനം നടത്തിയവരെ അനുമോദിച്ചതും അഭിനന്ദിച്ചതും വന്നു. അതില് വളരെ ഒരുപാട് ആളുകൾ, അതായത് വളരെ ചുരുക്കം പേരെയാണ് ജീവനോടെ കിട്ടിയത്. ബാക്കി എല്ലാവരും അതിൽ നഷ്ടപ്പെട്ടു പോയവരാണ്. അവരെ ജീവൻ ഇല്ലാതെ ശരീരം കൊണ്ടുവന്നവരാണ്. അവരെ നമ്മൾ അനുമോദിച്ചപ്പോൾ അവരുടെ അത് ചെയ്യാൻ കാണിച്ച മനസ്സ്, അല്ലെങ്കിൽ അവർ ആ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ചത്, അതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കി അവരോട് നന്ദി പറഞ്ഞത്. ഈ ഒരു കേസ് വന്നപ്പോൾ മാത്രം നമ്മൾ ജീവനോടെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ആദരവൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ചാനലുകാർ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരങ്ങോട്ട് പറഞ്ഞിട്ടാണ് മനാഫ് എന്ന വ്യക്തിയുടെ പേര് അർജുന്റെ പെങ്ങള് പറയുന്നത്. പക്ഷെ ആ സഹോദരി പറയുന്ന സമയത്ത് എല്ലാവരെയും പോലെ അല്ലെങ്കിൽ ആണ് മനാഫ്കയും ചെയ്തത്. പിന്നെ എടുത്തെടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാഫ്കയുടേതല്ല വണ്ടി, മുബീൻകാടേതാണ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. പിന്നെ ഈ ഒരു മനാഫ്കയുടേതാണ് വണ്ടി എന്ന് പറയാൻ ഇവർക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ ഒരു ഫീലിങ്സ്. പിന്നെ അതും പോരാഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇതിനു വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നുള്ളൊരു സംസാരം അതിലുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ
ഒരു മകനായിക്കോട്ടെ, ഒരു സഹോദരനായിക്കോട്ടെ, ഒരു സഹോദരിക്കായിട്ട് ആർക്കും ആയിക്കോട്ടെ, നമ്മൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാതായാൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിപ്പോൾ ഓരോ ഫാമിലിയിലും ഓരോരുത്തരും ചെയ്യുന്നത് എത്രത്തോളം സ്ട്രഗിൾ ആണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് അവർ മറ്റുള്ളവരോട് പറഞ്ഞേണ്ട കാര്യവുമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. അതിപ്പോൾ നമ്മുടെ ഒരു എന്താണ്, നമ്മുടെ ഒരു കടമയാണ്. നമ്മൾ എന്തായാലും നമ്മൾ കടമയ്ക്ക് ഉപരി നമ്മളുടെ ഒരു ആവശ്യമാണത്. നമ്മൾ അത്രത്തോളം ഇതായിട്ട് അതിൽ നിൽക്കും. നമ്മൾ ഏത് രീതിയിലാണോ നമുക്കതിനെ നേടിയെടുക്കാൻ പറ്റുന്ന ആ രീതിയിലെല്ലാം നമ്മൾ പോകും. കാരണം നമ്മുടെ ഏറ്റവും വലിയ നഷ്ടമാണ് നമ്മുടെ ഫാമിലിയിലുള്ളതാണ്. പക്ഷെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ അദ്ദേഹം ചെയ്ത സ്ട്രഗിളും കൂടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? ഈ ഒരു ബന്ധത്തിന്റെ പേരിൽ ഈ 72 ദിവസങ്ങൾ മാറ്റിവെച്ച ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് അവന്റെ സമയമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. കാരണം നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളായാലും നമുക്ക് പിടിച്ചു നിർത്താനും പറഞ്ഞു തീർക്കാനും എടുക്കാനും പിന്നെ വാങ്ങിക്കാനും എടുക്കാനും എല്ലാം പറ്റും. പക്ഷെ സമയം എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിരിച്ചു വരത്തില്ല. അപ്പോൾ ആ മനുഷ്യന്റെ ഈ 72 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട സമയം തന്നെയായിരുന്നു. അത് ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടും ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിലും ആ മനുഷ്യനെ ഉപദ്രവിക്കാതെ ഇതേണക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. പൈസ വാങ്ങിച്ച കാര്യങ്ങളും അതും ഇതൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് സുഗമമാവണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ദഹിക്കണമെങ്കിൽ അതിനുള്ള തെളിവുകളും കൂടി കൊണ്ടുവന്നോളൂ. ആ മനുഷ്യൻ അതിനെ നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ പോലും നിങ്ങൾ ഇത്രയും കുറ്റപ്പെടുത്തിയിട്ടും നിങ്ങളെ ഒരു തരത്തിലും വിട്ടു പറയാതെ ചേർത്ത് പിടിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സ് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോ ഞങ്ങൾ എല്ലാവരും, അതായത് അർജുനെ എങ്ങനെയാണോ കേരളം ഏറ്റെടുത്തത്, അതായത് അർജുന്റെ ആ ഒരു വിഷമത്തിൽ എങ്ങനെയാണോ എല്ലാവരും പങ്കുചേർന്നത്, അതേ മലയാളികൾ തന്നെ അർജുനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെയും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഇനിയിപ്പം എന്ത് തന്നെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാലും ആ മനുഷ്യൻ ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റു പോരായ്മകൾ വന്നിട്ടുണ്ടാവും, ഫോൺ എടുത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനുഷ്യനാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഇത്രയും സ്ട്രഗിൾ ചെയ്ത ആ മനുഷ്യനോട് ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിലും ഇതുപോലെ വലിയ വലിയ പത്രസമ്മേളനങ്ങളിൽ വന്നിരുന്ന് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ പേരിൽ നഷ്ടപ്പെട്ട നഷ്ടം തന്നെയാണ്, ശരിയാണ്. അർജുൻ എന്ന വ്യക്തിക്ക് പകരം നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തേക്ക് ഒരു കാര്യവും നികത്താൻ കഴിയില്ല. എങ്കിലും അതിനുവേണ്ടി പ്രയത്നിച്ച ആരായാലും ചെറിയൊരു സഹായമാണെങ്കിൽ പോലും അതിനുവേണ്ടി ചെയ്തവരെ ആദ്യം നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഫാമിലിക്ക് ഒരു സൈബർ അറ്റാക്ക് വന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞവരാണ്. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് ഒരു മോശമായി പോകുമെന്ന് തോന്നി. കാരണം ഏറ്റവും വലിയൊരു നന്ദികേടായിട്ട് ഇതിനെ തോന്നി. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.